ഇത് നമുക്ക് വൈകുന്നേരത്തേക്ക് പച്ചരി വെച്ചിട്ട് നല്ല അടിപൊളി ഒരു റെസിപ്പി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ റേഷൻ കട എടുത്ത പച്ചരിയാണ് എടുത്തത്. ഈ ഒരു ഗ്ലാസിൻ്റെ 2 ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട്. ഇത് ഞാൻ നല്ലോണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കുതിർത്ത് വെച്ചതായിരുന്നു കേട്ടോ. ഒരു 3 മണിക്കൂർ കുതിർത്ത് വെക്കാം, നല്ലോണം കുതിർന്ന് വന്നോട്ടെ. അപ്പോൾ ഇത് നമ്മൾ കുതിർന്ന് വന്നതിന് ശേഷം എടുത്ത വീഡിയോ ആണ്. ഇനി ഞാൻ ഇതൊന്ന് വെള്ളമൊക്കെ ഒന്ന് ഊറ്റി എടുക്കുന്നുണ്ട്. ആദ്യം തന്നെ ഞാൻ ശർക്കര ഒന്ന് ഉരുക്കാൻ വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് മധുരം എത്ര വേണോ അത്രയും ശർക്കര ഉരുക്കാൻ വെക്കണം. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ഒരു 4 അച്ച് ശർക്കര ഉരുക്കാൻ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കൂടുതൽ വേണമെങ്കിൽ ഇതിനേക്കാട്ടും കൂടുതൽ ശർക്കര ചേർത്ത് കൊടുക്കട്ടെ. ഇതിപ്പോൾ പാകത്തിനുള്ള മധുരമായിനെ. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മൾ ഉരുക്കിയെടുക്കുന്നത്. ഇനി ഇതാ നമ്മൾ കുതിർത്ത് വെച്ച അരിയില്ലേ അതിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. ഇനി ഇതിലേക്ക് കുറച്ച് ചോറിട്ട് കൊടുക്കുക. ഞാനൊരു 1/4 ഗ്ലാസ് ചോറ് എടുത്തിട്ടുണ്ട്, അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഏത് ടൈപ്പ് ചോറായാലും കുഴപ്പമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഒരു 1.5 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ നല്ല ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഏലക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഏലക്ക പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താൽ മതിയാവും. അപ്പോൾ ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് 2 ചേർത്ത് കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു 5-6 അല്ലി ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് കൂടി പോകാൻ പാടില്ല കേട്ടോ, ഒരു നുള്ളു മാത്രം മതിയാവും. അപ്പോൾ ഇതാ ഞാനൊരു 1/2 ഗ്ലാസ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ ബേക്കിംഗ് സോഡ ആണ് ഇട്ട് കൊടുക്കുന്നത്. അതും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ട് നമുക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതിപ്പോൾ കുറച്ച് കട്ടിക്കാണ് ഇരിക്കുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ശർക്കര പാനി ഒഴിക്കുന്ന സമയത്ത് കറക്റ്റായി വന്നോളൂ. അപ്പോൾ ഇതിൽ ഇത്രയും കട്ടിക്കല്ല വേണ്ടത്, കുറച്ചും കൂടി നേർത്തിട്ടാണ് കേട്ടോ നമുക്ക് വേണ്ടത്. ഇതിലേക്ക് നമുക്ക് ശർക്കര പാനി ഉരുക്കി ഒഴിച്ചു കൊടുക്കാം. ശർക്കര പാനി നല്ല ചൂട് തന്നെയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല, തിളച്ച ചൂട് വേണ്ട. കുറച്ചൊന്ന് ചൂട് തണിഞ്ഞതിന് ശേഷം ഒന്ന് ഒഴിച്ചു കൊടുക്കട്ടോ. അപ്പോൾ ഇതാ മുഴുവനായിട്ട് ഒഴിച്ചും പാടും നമുക്കിതൊന്ന് നല്ലോണം പെട്ടെന്ന് തന്നെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ട കെട്ടിപ്പോകും കേട്ടോ. അപ്പോൾ ഇതാ പെട്ടെന്ന് തന്നെ ഇതുപോലെ ഒന്ന് ഇളക്കി ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമ്മളെ ഈ ഒരു ബാറ്ററി ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. അപ്പോൾ ഇത്രയും മതിയാവും. നമുക്ക് ഇതെല്ലാം മൊത്തത്തിൽ ഇളക്കി യോജിപ്പിച്ചിട്ട് ഇത് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഞാൻ നല്ല നെയ്യ് ഒഴിച്ചു കൊടുത്തിനു, 1 ടീസ്പൂൺ കേട്ടോ. പിന്നെ കൂടെ തന്നെ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഒരു കൈപ്പിടി തേങ്ങ കൊത്തി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് നല്ലോണം ബ്രൗൺ കളറായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചുവന്നുള്ളി ചേർത്ത് കൊടുക്കണം കേട്ടോ. നല്ലോണം ഒന്ന് ചുവന്ന് വന്നോട്ടെ, നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ചുവന്നുള്ളി ഇട്ട് കൊടുത്തിട്ട് ചുവന്നുള്ളി ഒന്ന് കളറൊന്ന് മാറി വരണേ. ഇത്രയും മതിയാവും. ഈ ഒരു സമയത്ത് നല്ലൊരു മണമായിരിക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് ഈ ഒരു പാത്രം നല്ല ചൂടായിട്ട് നിൽക്കണം കേട്ടോ. ഈ ഒരു പാത്രം നല്ല ചൂട് തന്നെ ഈ ഒരു ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൽ നമ്മൾ തേങ്ങാക്കൊത്ത് മാറ്റിയൊന്നും വെക്കുന്നില്ല കേട്ടോ. നമ്മളിതിപ്പോൾ ഒഴിക്കുന്ന സമയത്ത് മുകളിലായിട്ട് വന്നോളൂ. അപ്പോൾ ഈ ഒരു പാത്രത്തിലാണ് നമ്മളിത് ഒഴിച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ നല്ല ചൂട് തന്നെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് നേരം അങ്ങനെ വെക്കുക. എന്നതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ട് അതിൻ്റെ ഹോള് അടച്ചു കൊടുക്കുക. എന്നതിന് ശേഷം ഇതിൻ്റെ അടിയിൽ തട്ട് വെച്ച് കൊടുക്കുക കേട്ടോ. ഇതേപോലെ തട്ട് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കുക. മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് വേവിച്ചെടുത്താൽ മതിയാവും. അപ്പോൾ നല്ല അടിപൊളി കലത്തപ്പം ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ചീനച്ചട്ടിയിൽ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരുണ്ട്, ചെയ്ത് നോക്ക്, എന്തായാലും ഇഷ്ടമാവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം എങ്ങനെ ഉണ്ടെന്ന്.